ഹലോ ഗായ്സ്, അപ്പം നമുക്കാണെങ്കിൽ ഒരു പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ പോസ്റ്റർ പല ആപ്പിനകത്തും പല രീതിയിലും ഉണ്ടാക്കാം. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ക്യാൻവ എന്ന ആപ്പാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൽ ID യൂസ് ചെയ്ത് നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് നമ്മുടെ സെർച്ച് ചെയ്യാം, നമുക്ക് എന്താ വേണ്ടതെന്ന്. ഇപ്പോൾ റെലവൻ്റായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു പോസ്റ്റർ അതിനായിട്ട് അതിൻ്റെ ഇഷ്ടത്തിന് ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രീതിയിൽ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള ടെംപ്ലേറ്റിനകത്ത് നമുക്ക് നമ്മുടെ വേണ്ട ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഇത് തന്നെ നമുക്ക് ഓൾറെഡി ചെയ്ത് കിടന്നൊരു ടെംപ്ലേറ്റാണിത്. ഈ ഒരു രീതിയാണ് ഇതിനകത്ത് കിടന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കസ്റ്റമൈസേഷൻ പോലെ നമുക്ക് നമ്മുടെ വേണ്ട സാധനങ്ങളിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യുകയും ഇതിൻ്റെ സൈസ് കുറയ്ക്കുകയും കൂട്ടുകയും കളർ മാറ്റുകയും ഒക്കെ ചെയ്യാം. ഇതാണ് ഞാനത് മൂവ് ചെയ്ത് കാണിച്ചു കണ്ടില്ലേ, അതുപോലെ നമുക്ക് മൂവ് ചെയ്യാം. ഇതിപ്പം ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം ഫോം ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഒരെണ്ണം ചെയ്യാം, ഒരു വേറൊരിടത്ത് വെക്കാം. നമ്മുടെ ഇഷ്ടം പോലെ നമുക്കിതിനെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഓൺ ഡിസൈൻ നമുക്ക് ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഉണ്ട് കളർ മാറ്റാം, അങ്ങനെ എല്ലാം ചെയ്യാം. അപ്പം നമുക്ക് ഞാനിപ്പോൾ കോളേജിൻ്റെ പേരും എംബ്ലം ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ താഴത്തേന്ന് ഇൻഡിപെൻഡൻസ് ഡേ എന്നുള്ളതിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അത് ഫോം ചെയ്യും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ എന്താണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടതെന്ന് നമുക്ക് ചെയ്യാം. കളർ മാറ്റാം, നമുക്ക് ഫോണ്ട് മാറ്റാം, സൈസ് മാറ്റാം, അലൈൻമെൻറ്റ് മാറ്റാം, എന്തും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ പഠിക്കുന്ന കോളേജ് കേരള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കായംകുളമാണ്. അപ്പം അത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഫോണ്ട് എൻ്റെ ഇഷ്ടത്തിന് പലതൊക്കെ മാറ്റി നോക്കാം, കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇത് ഓൾറെഡി ഞാൻ താഴെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഗ്രീൻ കളർ തന്നെ മണ്ടയ്ക്ക് വന്നു. അത് നമുക്ക് മാറ്റി ഇപ്പം ഞാനത് കറുപ്പായിട്ട് മാറ്റും. അങ്ങനെ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൈസ് മാറ്റാം, അലൈൻമെൻറ്റ് മാറ്റാം, അലൈൻമെൻറ്റ് ഈ തരത്തിലൊക്കെ വേണമെന്നൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ വേണം, ഫോണ്ടിനകത്ത് മാറ്റം വരുത്താം, വേർഡ്സിൻ്റെ ഇടയിലുള്ള സ്പേസിങ് നമുക്ക് അറേഞ്ച് ചെയ്യാം, അങ്ങനെ സൈസ് കൂട്ടാം. എല്ലാം നമുക്ക് ഡ്രാഗ് ചെയ്യുമ്പം നമുക്ക് വരാം, എത്രയും ചെറിയ സൈസിൽ വരുത്താം, അങ്ങനെയൊക്കെ ചെയ്യാം. അതിനെല്ലാം അവിടെ മണ്ടയ്ക്ക് കാണാൻ പറ്റും. 15, 1 അതൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഓപ്ഷൻസ് മണ്ടയ്ക്ക് ബാറിലായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മൈനസും പ്ലസും ചെയ്യുമ്പോഴത്തേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിനകത്ത് ഫോണ്ടിനെ മാറ്റം വരുത്താം, അതുപോലെ അലൈൻമെൻറ്റിനെ മാറ്റം വരുത്താം, അങ്ങനെ പല കാര്യങ്ങളിലും മാറ്റം വരുത്താം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്കാണെങ്കിൽ ഇനി ഏറ്റവും മെയിനായിട്ടുള്ള സംഭവമാണ് എംബ്ലം. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ അല്ലെങ്കിൽ ഏത് ഓഫീസാണോ അല്ലെങ്കിൽ എന്താണെങ്കിലും അവിടെ ഒരു എംബ്ലം കാണും. അപ്പോൾ നമുക്ക് എംബ്ലം ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിലൊരു അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് കളറിലൊരു ഐക്കൺ കണ്ടില്ലേ, അവിടെയാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. അതുവഴി ഞാൻ ഇപ്പോൾ ലാപ്പിൽ ആയതുകൊണ്ട് ലാപ്പ് ഫയലിനകത്ത് അത് ഡെസ്ക്ടോപ്പിലാണോ ഡൗൺലോഡിനകത്താണോ അതോ പിക്ചറിനകത്താണോ അത് നമ്മൾ ചൂസ് ചെയ്ത് അതിനകത്തും നമുക്ക് ആവശ്യമുള്ള ഇമേജ് എടുക്കുക, അതിനെ നമ്മൾ ഡൗൺലോഡാക്കി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സൈസ് അനുസരിച്ച് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ അതിന് നമുക്ക് കളേഴ്സ് വരെ മാറ്റാം. ഇപ്പം ഓൾറെഡി ഇത് ബ്ലൂ കളറിലാണ് എംബ്ലം, അതിന് റെഡ് ആക്കാം, ബ്ലൂ ആക്കാം, ഏത് കളറിലാക്കാം. അതുപോലെ അതിൻ്റെ ട്രാൻസ്പെറൻസി മാറ്റാം. നമ്മുടെ ആ ഒരു ടെംപ്ലേറ്റിന് അനുയോജ്യമായ രീതിയിൽ ആ ഇമേജിന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വൈറ്റ് തീം ആയതുകൊണ്ട് ഇത് വൈറ്റ് തന്നെ ഈ ടെംപ്ലേറ്റിന് യോജിക്കും. അപ്പോൾ ഇതിനകത്ത് കളേഴ്സൊക്കെ മാറ്റുന്നത് ഞാൻ കാണിക്കുന്നതാണ്. ബ്ലൂ ആയിരുന്നു അതിൻ്റെ ഒറിജിനൽ കളർ, അതിന് നമുക്ക് മാറ്റി പല രീതിയിൽ മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കസ്റ്റമൈസേഷൻസിനെല്ലാം പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് ക്യാൻവ. പല ആപ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു ആപ്പാണ് ക്യാൻവ. ഇത് സേവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഫയൽ എന്ന ഓപ്ഷനിൽ സേവ് എന്നുണ്ട്, മൂവ് ഉണ്ട്, ഡൗൺലോഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡൗൺലോഡിൽ PNG ഫോമിൽ ഹൈ ഫോർമാറ്റിലാണ് ഇത് ഡൗൺലോഡാക്കി സേവ് ആക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഈ പോസ്റ്റർ മേക്കിംഗ് ക്യാൻവയിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.